ഞങ്ങള് മസിനഗുഡി വഴി ഒരു ഊട്ടി യാത്ര പോവുകയാണ്. ഞാനും ആറാട്ടനും. അപ്പൊ ടിക്കറ്റ് എടുക്കാൻ പോകണം. അവിടെ ട്രെയിനിന്റെ ടിക്കറ്റ് ഉണ്ട്. ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ട് വരാം. വാ. മസിനഗുഡി വഴി ഊട്ടി. ആറാട്ടണ്ണ അവിടെ ശബ്ദം കിട്ടുമല്ലോ. ഇത് അടുത്ത കോമാളിത്തരാവോന്ന് അറിയില്ല. ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു? ഞാൻ കേട്ടിട്ടില്ല. എന്താണ് അതിനെ പറ്റി അഭിപ്രായം? നല്ല സംഭവമാണ്. അതായത് ട്രാൻസ്പെറന്റ് ഫണ്ട് മാനേജ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ഒരു പുതിയ കേസ് എടുത്തേക്കുന്ന ആദ്യമായിട്ടല്ലേ? ആരും ട്രാൻസ്പെറന്റ് ആയിട്ട് ഇതൊന്നും ചെയ്തിട്ടില്ല. നമ്മളിപ്പോ എടുത്തേക്കുന്ന കേസ് എന്താന്ന് ചോദിച്ചാലേ, വീട് 80,000 രൂപ ഒപ്പിച്ചെടുത്താല് അതിലെ വീട് ജപ്തിന്ന് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് റേസിംഗ് ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ ഈ ലുലുമോളിൽ കൂടെ ഈ ട്രെയിൻ യാത്ര നടത്തുന്നത്. അപ്പൊ ആരാട്ടൻ എന്താ പറയാനുള്ളേ? 80,000 രൂപ ഒപ്പിക്കാനായിട്ട് പറ്റുമോ ഈ യാത്രക്കൊണ്ടില്ല? എനിക്ക് തോന്നുന്നില്ലേ? ഈ ഒരൊറ്റ യാത്ര കൊണ്ട് നമുക്ക് ഈ ഫണ്ട് റേസ് ചെയ്ത് കിട്ടണം. ഈ ഒരൊറ്റ വീഡിയോയില് നടക്കുവോ? നമുക്ക് ടൈം ട്രാവൽ ചെയ്ത് നടത്താം. അതാ പറഞ്ഞേ, അങ്ങനെ ഓരോരോ ക്യാമ്പയിൻസാ ഇതൊക്കെ. നമ്മളിങ്ങനെ ഒരു യാത്രയിലൂടെ മസിനഗുഡി വഴി ഊട്ടി പോകുമ്പോൾ നമുക്ക് ഫണ്ട് റൈസ് ചെയ്ത് വരണം. ഈ ക്യാമറമാനൊക്കെ കാണാമല്ലോ. ആരും പുറകെ വരുന്ന വീഡിയോ എടുക്കുന്നു. നമ്മളെ വേറെ ആരും വരുന്നുണ്ടല്ലോ. എമ്പൂര് സ്ഥലം കഴിഞ്ഞു എത്തി. നമ്മൾ തിരിച്ചെത്തിയാ? ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു തന്നത്, അപ്പൊ എല്ലാരും പറ്റുന്നവര് ഒരാളൊരു വളരെ ഈസി ആയിട്ട് നമ്മൾ വെറുതെ ചെലവാക്കുന്ന പൈസ എടുത്തിട്ട് ചെറിയ എമൗണ്ട് ഒക്കെ കൊടുത്താൽ പോലും, മനസ്സിലായില്ലേ, ഒരാളുടെ വീട് ജപ്തിന്ന് ഒഴിവാക്കാൻ പറ്റും. അയാൾക്ക് ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്, അയാൾക്ക് ഷുഗർ പേഷ്യന്റ് ആണ്. അയാളുടെ തള്ളവരിൽ മുറിച്ച് കളഞ്ഞു കഴിഞ്ഞ ദിവസം, പഴത്തെ ഷുഗർ കൂടിയത് കൊണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരാളെ സഹായിക്കാൻ തോന്നിയാ നമ്മളവിടെ പോയി വീടുകളൊക്കെ ചെന്ന് എല്ലാം നോക്കി മെഡിക്കൽ റിപ്പോർട്ട് എല്ലാം എടുത്തിട്ടായി ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വെബ്സൈറ്റിൽ എല്ലാ ഫണ്ട് ട്രാൻസ്പെറന്റ് ആയിട്ടാണ് മാനേജ് ചെയ്യുന്നത്. ആര് ഡൊണേറ്റ് ചെയ്താലും അറിയാൻ പറ്റും. അവർക്ക് കൊടുക്കുന്നതിന്റെയും മേടിക്കുന്നതിന്റെയും മരുന്നിന്റെ ബില്ലടക്കം എല്ലാം അല്ല, ബാക്കിയുള്ളത് ചെയ്യുന്ന പോലെ ഒന്നല്ല. ഇതിനകത്ത് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇങ്ങനെ ട്രാൻസ്പെറൻസി ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ഫണ്ട് മാനേജ്മെന്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നു. അപ്പോ ചാരിറ്റി തട്ടിപ്പ് പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റും. പോരാത്തിന് വേണം കറപ്ഷൻ വരെ നിർത്താൻ പറ്റും. ഈ ബാക്കി ഫിലിം സെലിബ്രിറ്റീസ് അവർ ചെയ്യേണ്ടതാണല്ലോ. ആർക്ക് വേണേ ചെയ്യാം. പക്ഷെ ഈ ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്യുന്നവർ വളരെ കുറവാണ്. മനസ്സിലായില്ല, ആരുമില്ല. ഫസ്റ്റ് വെബ്സൈറ്റാ ഞാൻ നോക്കിയിട്ട്. ഇവിടെ ഇതിനു മുമ്പ് ഞാൻ ട്രാൻസ്പെറൻസി ഫോക്കസ് ചെയ്ത വെബ്സൈറ്റ് കണ്ടിട്ടില്ല. അത് എന്റെ ഐഡിയ. എത്ര നാളെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട്? കുറെ നാളായി. ഇപ്പൊ ഇടയ്ക്കൊന്ന് നിർത്തിപ്പോയാൽ പിന്നെ ഫണ്ട് റേസിംഗ് നമ്മൾ പല രീതിയിലുള്ള ഫണ്ട് റേസിംഗ് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ പബ്ലിക് ഫണ്ടിങ് ആണ്. പബ്ലിക് ഫണ്ട് റേസിംഗ് ആ. മനസ്സിലായോ? പണ്ട് നമ്മളുടെ ഡയറക്ടർ ജോൺ അബ്രഹാം സിനിമ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അതുപോലല്ലേ ഇത്. നമുക്കിപ്പോ ഇത് വളരെ അത്യാവശ്യം. കാരണം മൊത്തം ചാരിറ്റി തട്ടിപ്പ് നടക്കുന്നതിനിടയിലേ പബ്ലിക് ഫണ്ട് എടുത്തിട്ട് ആൾക്കാർ ദൂർത്തടിക്കുക. അപ്പൊ അതുപോലത്തെ ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് ടോട്ടലി നമുക്ക് നിർത്താൻ പറ്റും. വെബ്സൈറ്റിൽ നമ്മൾ കിട്ടുന്ന പൈസ എല്ലാം നിങ്ങൾക്ക് ടാക്സ് ഉണ്ടോ? ടാക്സ് ഒന്നും കാണത്തില്ലല്ലോ. ചാരിറ്റിക്ക് ടാക്സ് ഇല്ലല്ലോ. അപ്പൊ എങ്ങനെയാ എന്താണ് ഇത്ര എമൗണ്ട് കൊടുത്തുന്ന? ബ്ലാക്ക് അല്ലെന്ന് തെളിയും. നമുക്ക് ബാങ്ക് ടു ബാങ്ക് ട്രാൻസ്ഫറേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ മാക്സിമം ബില്ലെല്ലാം അറ്റാച്ച് ചെയ്യും കൊണ്ടുവന്ന് വെബ്സൈറ്റില്. അപ്പൊ അങ്ങനെ തട്ടിപ്പ് നടക്കത്തില്ല. താനിട്ട് ഡൊണേറ്റ് ചെയ്താൽ ആ പൈസ അവിടെ റിഫ്ലക്ട് ചെയ്യും. വെബ്സൈറ്റ് ട്രാൻസ്പെറൻസി ആണ്. അപ്പൊ കണക്കുകളും തെളിവുകളുമാണ് നമ്മുടെ പരിപാടി. അല്ലാതെ നമുക്ക് വേറെ സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്യുക, സാറ്റ് BGM ഇട്ട് ആൾക്കാരുടെ അങ്ങനത്തെ വീഡിയോസ് ഒന്നും നമ്മൾ എടുക്കത്തില്ല. പിന്നെ കുട്ടികളെ ഒന്നും വീഡിയോ കാണിക്കത്തില്ല. അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഏത് ഏജിലുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്? അങ്ങനെയില്ല, നമ്മള് ബുദ്ധിമുട്ടുള്ള ആൾക്കാണല്ലേ ട്രീറ്റ്മെന്റ് സപ്പോർട്ട് കൊടുക്കും. ഏജില്ല ആവുന്നില്ല. ആർക്ക് വേണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ട്രീറ്റ്മെന്റ് സപ്പോർട്ട്സ്, പിന്നെ പഠിക്കാൻ കുട്ടികൾക്ക് ഫീസ്. എവിടെയാണ് ഫണ്ടിങ് ഫണ്ട് റേസിംഗ്? ഇപ്പൊ ആറാട്ടനും ഡൊണേറ്റ് ചെയ്യാം. എത്ര രൂപ ഡൊണേറ്റ് ചെയ്യുന്നു? എന്ത് ശരിക്കും കോർപ്പറേറ്റുകൾ തരുമോ? എടാ അങ്ങനെയല്ലോ. നമ്മളിപ്പോ ഓരോരുത്തർ ഡൊണേറ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? താൻ ഡൊണേറ്റ് ചെയ്തിട്ടില്ലേ? യൂണിസെഫിന് ഡൊണേറ്റ് ചെയ്തില്ല. അതുപോലെ ചാരിറ്റി വിത്ത് ക്ലാരിറ്റിക്ക് ഡൊണേറ്റ് ചെയ്താല് തനിക്ക് യൂണിസെഫിന് ഡൊണേറ്റ് ചെയ്തപ്പോ ഈ വെബ്സൈറ്റിൽ കണക്ക് താൻ ഇട്ട സംഭവമൊക്കെ ശരിയാ. പക്ഷെ ഡൊണേറ്റ് ചെയ്തപ്പോ തനിക്ക് തന്റെ ഡൊണേറ്റ് ചെയ്ത എമൗണ്ട് ഒക്കെ തനിക്ക് വെബ്സൈറ്റിൽ കാണാൻ പറ്റിയോ? താൻ ഡൊണേറ്റ് ചെയ്തത്
കണ്ടോ? ഇല്ല. ഇതിനകത്ത് അതൊക്കെ കാണാൻ പറ്റും, ഡൊണേറ്റ് ചെയ്ത് കാണാൻ പറ്റും. വേൾഡിലെ ആദ്യത്തെയാണ്, ഇന്ത്യയിലെ ആദ്യത്തെയാണ്. വേൾഡിൽ തന്നെ ആദ്യമായിട്ടാണ്, പക്ഷെ ഇന്ത്യയിലെ ഓക്കെ വേൾഡിൽ തന്നെ ആദ്യമായിട്ടാണെന്ന് വെച്ചാൽ വേൾഡിൽ ആദ്യമായിട്ടാണ്. പക്ഷെ വേൾഡിലെ കാഴ്ച നമുക്ക് എടുക്കണ്ട, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് പറയുന്നത്. മനസ്സിലായോ? അതിന് വേറെ ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പൊ ബ്ലഡ് ഡൊണേഷൻ ഉണ്ട്, ബ്ലഡ് ബാങ്ക് പോലെ. അപ്പൊ നമുക്ക് ബ്ലഡ് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എവിടെ നിന്നും. അതിലും ട്രാൻസ്പെറൻസി ഉണ്ടോ? എല്ലാത്തിനും എല്ലാം ട്രാൻസ്പെറന്റ് ആയിട്ട് വെബ്സൈറ്റ് ഡീൽ ചെയ്യത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഒളിയും ഇതൊന്നും ഇല്ല. ആരെങ്കിലും നമ്മുടെ ആൾക്കാർ സാലറി എടുക്കുന്നവരെ അതിനകത്ത് കാണിക്കും, എത്ര രൂപ സാലറി എടുത്താ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ. ഫണ്ട് റൈസിംഗ് വേണമെങ്കിൽ ആറാട്ടനും ചെയ്യാം. നല്ല ഐഡിയ ആണ്. വാ, ചാരിറ്റി വിത്ത് ക്ലാരിറ്റിയുടെ ഭാഗമായി ഞങ്ങൾ മസ്ജിദിനെ കൂടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര നടത്തി. അപ്പൊ ഫണ്ട് റൈസിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ആറാട്ടൻ എത്ര രൂപ ഡൊണേറ്റ് ചെയ്യുന്നു? അതിന്റെ എത്ര രൂപ ഡൊണേറ്റ് ചെയ്യുന്നില്ല? ഡൊണേറ്റ് ചെയ്യൂ. ഡൊണേറ്റ് ചെയ്യാം. ഇപ്പൊ പറ്റില്ല, സാമ്പത്തിക ടൈറ്റ് ആണ്. അതെ, അത് കഴിയുമ്പോൾ ആറാട്ടനും ഡൊണേറ്റ് ചെയ്യുന്നതായിരിക്കും. അതെ, എല്ലാവരും ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ ഈ പറഞ്ഞ ആൾക്കൊരു 80,000 രൂപ ആവശ്യമുണ്ട്. അതെടുത്തു കൊടുത്താൽ നമുക്ക് അവരുടെ എന്താ പറയാ വീട് ജപ്തിയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. പിന്നെ അവർക്ക് മാസം ഒരു 10,000 രൂപയെങ്കിലും ഒരു 6-7 മാസത്തേക്ക് സപ്പോർട്ട് ചെയ്യണം. കാരണം കളഞ്ഞിട്ടേ ആണോ, അപ്പൊ പണിയെടുക്കാനായിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സെലിബ്രിറ്റീസ് ഇല്ല, അവരെല്ലാം ചാരിറ്റിയാണ്. അവരൊക്കെ ആർക്ക് വേണമെങ്കിൽ വെബ്സൈറ്റ് യൂസ് ചെയ്യാടോ. അതിന് സെലിബ്രിറ്റീസ് ഒന്നും ഇല്ല. ഏത് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനും ഈ വെബ്സൈറ്റ് യൂസ് ചെയ്യാം. അപ്പൊ ഫണ്ട് റൈസിങ് അവര് ചെയ്യുന്നത് ട്രാൻസ്പെറന്റ് ആയിരിക്കും. ഫുൾ കണക്ക് കാണിക്കേണ്ടി വരും, മനസ്സിലായി? അല്ലാതെ ഒന്നും മറ കാണത്തില്ല. 1 രൂപ എടുത്താൽ 1 രൂപ എങ്ങനെ യൂസ് ചെയ്യുന്നത് കാണിക്കണം, മനസ്സിലായി? നിങ്ങൾ സാലറി എടുത്ത് കാണിക്കണം. എല്ലാവരും ഇവിടെ അങ്ങനെ ചെയ്യാൻ പറയും. അത് തന്നെ, അങ്ങനെ ചെയ്യാൻ പറയണം. അല്ലെങ്കിൽ വരത്തില്ല, അല്ലെങ്കിൽ ആണോ അറിയത്തില്ല എങ്ങനെയാണ്. പക്ഷെ എങ്കിൽ പോലും നമുക്കിനി ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. ഇനി എന്ത് അതങ്ങനെയാ, അവരുടെ പബ്ലിസിറ്റിക്ക് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ആരുടെ പബ്ലിസിറ്റിക്ക് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ സാഡ് BGM ഇട്ട് വീഡിയോ ഇട്ട് ആൾക്കാരെ കരയിച്ച് അങ്ങനൊന്നും ചെയ്യത്തില്ല, മനസ്സിലായി? ചുമ്മാ കരഞ്ഞ് അങ്ങനെ നമ്മുടെ ഇതിനകത്തൊന്നും അങ്ങനെ ആൾക്കാരെ കൊണ്ട് കരയിക്കുന്ന സീനൊന്നും എടുക്കത്തില്ല. കുട്ടികളെ കാണിക്കാൻ പാടില്ല. അങ്ങനെ ഒത്തിരി ഉണ്ടോ ഇത് ചെയ്യണ്ടേ? നല്ല ഐഡിയ ആണ്. അതെ, നല്ല രീതിയിൽ മോഡലാണ്. ഇനിയിപ്പോ ആൾക്കാർ പറയും അത് തന്നെ എല്ലാരും ചോദിക്കണം. ഏത് ചാരിറ്റബിൾ ട്രസ്റ്റിനോടും ചോദിക്കണം, എന്തുകൊണ്ട് നിങ്ങൾ ഈ രീതിക്ക് ചെയ്യുന്നില്ല, മനസ്സിലായോ? അവര് ചെയ്യുന്ന കണ്ടോ, അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയണം. മോഡലായി മാറട്ടെ. അതെ, അപ്പൊ ശരി, ഓക്കെ.